ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ അവിടെ ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ച കഴിഞ്ഞ ദിനങ്ങളെല്ലാം ഞങ്ങളെ അത്ഭുതമായി അവിടുന്ന് സൂക്ഷിച്ചല്ലോ. ജീവിതത്തിൽ നേരിടാമായിരുന്ന എല്ലാ അനർത്ഥങ്ങളും, അപകടങ്ങൾ, ദോഷങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, ആപത്ത്, അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഈ പ്രഭാതത്തിൽ തിരുസന്നിൽ കടന്നു തിരുമുഖത്തേക്ക് നോക്കുവാൻ, കർത്താവെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഞങ്ങളെ നടത്തിയ വിധങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപ ഇന്ന് പകൽവേള ഞങ്ങളുടെ മേൽ പകരണം. ആത്മശക്തിയാൽ നിറഞ്ഞങ്ങി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ വെളിപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം. കർത്താവേ സ്തോത്രം, സ്തോത്രം. ആദിയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭരിച്ചു നിയന്ത്രിക്കണം. സന്നിധാന ബോധത്തോടും ഏകാഗ്രതയോടും ഭയഭക്തിയോടും അവിടുത്തെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. യാത്രകളെല്ലാം കൂടുന്നത് സഹായിച്ചതോർത്ത്, വാഹനങ്ങളെ നിയന്ത്രിച്ചതോർത്ത് സ്തോത്രം. കടന്നുള്ള പ്രിയപ്പെട്ടവരെ എത്ര വേഗം കൂട്ടി വരുത്തണമേ. ഒഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണം. വാഹനങ്ങളെ അവിടെ നിയന്ത്രിച്ചോളണം. എല്ലാവരും സന്തോഷത്തോടെ കടന്നു വന്ന് കർത്താവെ ആത്മാവിൻ്റെ നിറവിൽ അങ്ങേ ആരാധിച്ച് വിടുതലോടെ, കർത്താവെ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളേവരെയും സഹായിക്കണം. പുത്രൻ്റെ നാമത്തെ ഞങ്ങൾ കൂടെ മഹത്വപ്പെടുത്തും. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നിങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മാവിൻ്റെ നിറവിൽ പാടി അങ്ങേ ആരാധിപ്പാൻ, അങ്ങേക്ക് സ്തോത്രം ചെയ്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യും. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തും. കർത്താവിൻ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തുല്യനാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്നുള്ള പഴയ ഗാനം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇന്ന് രാവിലെ സമയം ആ കുഞ്ഞാണ്ടിൻ്റെ രക്തത്താൽ നമ്മളൊന്നുകൂടെ ശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവ് നമ്മെ കഴുകേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൂടെ സമർപ്പണത്തോടെ പാടി ദൈവത്തെ ആരാധിക്കാമെന്ന്. Elo
പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനതു എളുപ്പാൻ പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടൂ സാനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിടൂ സാനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ. ഞാൻ
Glory to God, Jesus. Thank you, Jesus. Glory to God, Jesus. Rabalababa Shamdani Alagadagas Durajamana Gadagas Shaudamalavasya Vaida Ramana Gadunadachase. Thank you, Jesus. Hallelujah, hallelujah. Oh, hallelujah, hallelujah. Reitatal Jaya, Reitatal Jaya, Reitatal Jaya. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അല്പസമയം നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ, സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മുഴങ്കാലുകളും അടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സമയ ദൈവത്തെ നമുക്ക് ആരാധിപ്പാനിടയാകട്ടെ. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, നിത്യമായി സ്നേഹിച്ചു നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ. ഓ ഹല്ലേലൂയ. അവസാനത്തുള്ളി രക്തവരെയും നമ്മുടെ വീണ്ടെടുപ്പിനായി ചൊരിഞ്ഞ് നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ കർത്താവിനെ അല്പസമയം ആരാധിപ്പാനിടയാകട്ടെ. Glory to God, Jesus. Rabana hatuna da bana hauda bana bauch. Dikala bana gadaga shabda da 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 da. Rikaba baba shauda bana gadi. Duraja bana gadaga shabda de. Hallelujah, hallelujah. Glory to God, Jesus. Glory to God, Jesus. Glory to God. Thank you, Lord. Thank you, Lord. Thank you, Lord. We praise you, Lord Jesus. Hallelujah. Oh, Rabba Baba Shamdana Digala Gadagash. Dikala Managadaga Shaudhani Adamanagasi. Thank you, Lord Jesus. Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah, 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 hallelujah. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം നന്ദി കർത്താവേ. ഓ രക്തം ചെയ്യ, രക്തം ചെയ്യ. Praise you, Jesus. യേശു കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദിവസത്തിന് വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭായോഗത്തിൽ ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. ഈ പുതിയ ദിനത്തിന്റെ പ്രഭാതവേളയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവത്തിന്റെ വൻകൃപകളെ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത്, ദൈവത്തിന്റെ കരുണയെ ഓർത്ത് നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി തന്നല്ലോ. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച നമ്മുടെ കർത്താവ് അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ, രോഗങ്ങൾ ദുഃഖങ്ങൾ വ്യസന കാരണമായി തീരാതെ ദൈവമായ കർത്താവ് നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അത്ഭുതമായി പരിപാലിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ എനിക്ക് ചെയ്ത സകല നന്മകൾക്കും ഞാൻ അവന് എന്തോ പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവം ചെയ്ത നന്മകൾ ഓർത്ത്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത്, ദൈവത്തിന്റെ സ്നേഹത്തെ, കരുതലിനെ ഓർത്ത് ഇന്ന് പകൽവേള നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പണ്ടയാകട്ടെ. സ്തോത്രം. ആ ദിവസാന ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഭരിച്ച് നിയന്ത്രിക്കേണ്ടതിന് ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ ദിവസത്തിലായിരിക്കാം. പിന്നെയും ദൈവം ബലപ്പെടുത്തുന്നു. പാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തിയില്ല, പിന്നെയും പാടി ദൈവത്തെ മുഖത്തുപ്പെടുത്തുവാൻ കൃപ നൽകേണ്ടതിനായി സ്തോത്രം.
നല്ല സംഗീതത്തിന്റെ ഭാഗം നമുക്ക് നൽകും, നല്ല സാക്ഷ്യങ്ങൾ, നല്ല സ്തോത്രം, ദൈവിക വിടുതലിന്റെ സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനയ്ക്ക് വിടുതൽ ലഭിച്ചതിൻ്റെതായ സാക്ഷ്യങ്ങൾ പകൽ സമയം കേൾക്കുവാൻ തക്കോണ ദൈവമേ സഹായിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടേണ്ടതിനായി ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ മേശ നമ്മുടെ മധ്യമുണ്ട്. പ്രാഗൽഭ്യത്തോടുകൂടെ മാത്രം ഇതിൽ പങ്കുകാരായി തീരുവാൻ സ്തോത്രം. നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മെ തന്നെ പരിശോധിപ്പാൻ സ്തോത്രം. കർത്താവിൻ്റെ മേശയിൽ പങ്കുകാരായി തീർന്ന് കർത്താവിനോടും നല്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചേർന്നുള്ള ആ കൂട്ടായ്മ ബന്ധം ഒരിക്കൽ കൂടെ ഒന്നുകൂടെ അത് ഉണർത്തുവാൻ സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി അപ്പച്ചൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരും. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളായിരുന്നിട്ട് ഞങ്ങളെ സൂക്ഷിച്ചു. വാഹനം ഓടിച്ച് ഞങ്ങളുടെ സഹോദരന്മാരെ സൂക്ഷിച്ചു. ജോലി മണ്ഡലത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. ഞങ്ങളിൽ ആരും നഷ്ടമാകാതെ ക്ഷേമത്തോടെ ഇന്ന് പോൽ കർത്താവെ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ, ജീവനുള്ള ദേഹിയായി ഞങ്ങൾക്ക് തന്ന ജീവനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, ഞങ്ങളുടെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതിർകളിലുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഞാനോ നീതി നിൻ്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാവും. കർത്താവേ, ഹല്ലേലൂയ. സാന്നിധ്യം ഇതുപോലെ ഞങ്ങളുടെ മധ്യമുള്ള ഒരായി സ്തോത്രം. കർത്താവേ, ഇന്ന് നടക്കുന്ന ആരാധന അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവേ, ഹല്ലേലൂയ. ദൈവവചനത്തിൽ കൂടെ സൂക്ഷിപ്പാ പ്രിയദാസനെ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനങ്ങൾ, നല്ല പ്രബോധനങ്ങൾ, നല്ല സാക്ഷികൾ ഞങ്ങൾക്ക് തരണമേ. പ്രാഗൽഭ്യത്തോടെ കർത്തപേക്ഷ ഞങ്ങൾക്ക് പങ്കുകൊള്ളൂ. ആ ദൈവം ഞങ്ങൾ ഒരുക്കുന്നതായി സ്വന്തം. എൻ്റെ അപ്പച്ചൻ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്നറിയിക്കുന്ന ഈ വേഷ കർത്താവേ, ഞങ്ങൾ പ്രാഗൽഭ്യത്തോടെ ആയിരിക്കും ദൈവം സഹായിക്കണമേ. ഭയഭക്തിയോടെ ദൈവത്തിനായിരിക്കാൻ ദൈവം ഞങ്ങളെ ഒരുക്കുന്നതായി സ്വന്തം. സഹോദരന്മാരെ, ഞങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൽ വെച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളയാകാൻ സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണയും പ്രസാദമുള്ള ദൈവത്തിന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവം ഞങ്ങൾ ഒരുക്കുന്നതേക്കായി സ്വന്തം. കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കരയറ്റു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുത്, ഞങ്ങളുടെ ബലഹീനത ഓർക്കണേ. കർത്താവേ, വിശുദ്ധനായ ദൈവസന്നിധി ഞങ്ങൾ വിശുദ്ധിയോടെ ദൈവസന്നിധായിരിക്കാൻ, വിറയലോട് ദൈവസന്നിധായിരിക്കാൻ വചനത്തിൽ ഞങ്ങളെ ഹല്ലേലൂയ ഹൃദയത്തിൽ കർത്താവെ ഉൾക്കൊണ്ട് ഞങ്ങളെ വചനപ്രകാരം ജീവിപ്പാന്ന് ഞങ്ങളെ ഒരുക്കുന്നതേക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അല്പസമയം ദൈവസ്ഥ നിങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ മധ്യേ കർത്താവെ ഹല്ലേലൂയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിപ്പം പ്രിയദാസനെ ബലപ്പെടുത്തണേ. കർത്താവെ, സൂക്ഷിപ്പാന്തക്കണം ദാസന്മാരെ ബലപ്പെടുത്തണേ. ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സകല മഹത്വം അപ്പച്ചൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 11-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്താമല്ലോ. Psalm number 11. പതിനൊന്നാം സങ്കീർത്തനം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇതാ ദുഷ്ടന്മാർ ഹൃദയപദാർത്ഥങ്ങളെ ഇരുട്ട് ചെയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും ചേർന്ന് പാടാം. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവന്റെ മുഖം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവന്റെ മുഖം കാണും. ഈ രാവിലെ വേളയിൽ ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് നമ്മുടെ വിശ്വാസ കണ്ണുകൾ ഉയർത്തി
നമ്മുടെ ദൈവത്തെ കാണുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ഇന്ന് രാവിലെ സമയം ദൈവപാദപീഠത്തിൽ നാം കൂടി വന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ദൈവം നമ്മെ കൂട്ടിവരുത്തിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ വേള ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരായി സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. ഹല പ്രതിസന്ധികൾ വരുമ്പോ, ഭാരങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, നിരാശകൾ വരുമ്പോ കൈവിടാതെ താങ്ങി നടത്തുന്ന ദൈവം, ഈ നിമിഷം വരെ നമ്മെ പുലർത്തിയ ദൈവം, ആ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തുന്ന സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ തന്നെ ഉള്ളകരത്തിൽ വഹിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, ഹല്ലേലൂയ, ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ തന്റെ കരത്തിനുള്ളിൽ ഹല്ലേലൂയ നമ്മെ വരച്ചുരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതമോ നടത്തണമേ. ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നിറയട്ടെ.
അവിടുത്തെ ഹിതം പോലെ ഞങ്ങളെ നടത്തണമേ. ഗീതം പോ ഹല്ലേലൂയ. സ്തോത്രം. നടത്തണമേ. ഉത്സവൻ കയ്യിൽ ഉത്സവന്റെ കൈകളിൽ വന്നു ഞങ്ങളെ തൃക്കരങ്ങൾ സമർപ്പിക്കട്ടെ. ഞങ്ങളെ തൃക്കരങ്ങൾ സമർപ്പിക്കണമേ. പണിയേണമേ. ഉത്സവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയേണമേ. ഉത്സവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം പണിതെടുക്കണമേ. അവിടുത്തെ ഹിതം പോലെ ഞങ്ങളെ പണിയണമേ. Hallelujah. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. Amen. നമ്മുടെ ജീവിതയാത്രയിലെല്ലാം ഇപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവ്, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കാറ്റുകളും ഓളങ്ങളും ഒക്കെ ജീവിതത്തിൽ പടകിന് നേരെ കടന്നു വരുമ്പോൾ തകർന്നു പോകാതെ അല്ലെങ്കിൽ നമ്മെ അക്കരെ കൊണ്ടെത്തിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെ ഓർക്കുവാൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ നമ്മെ നടത്തുന്ന ദൈവ സ്നേഹത്തെ ഓർത്ത് വീണ്ടും പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖത്തുപെടുത്തുവാനിടയാകട്ടെ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജെ. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൽ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൽ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേ. കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ കഴുകിടുമേ. കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ കഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ. കരുതും നിനാത്തവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നി. കരുതും നിനാത്തവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും
ലോകതാങ്ങുകളിൽ ചുടുചോര ചീന്തേണ്ടി വന്നിടിലോ ചായല്ലേ ലോകതാങ്ങുകളിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കൈപ്പുള്ള വെള്ളം കുടിച്ചിടോ കൽപ്പന പോലെ നടന്നിടണം കൈപ്പുള്ള വെള്ളം കുടിച്ചിടോ കൽപ്പന പോലെ നടന്നിടണം എത്തിക്കയില്ലവ ശത്രുക്കൂലം നീ അണയും വരയും ഏൽപ്പിക്കയില്ലവ ശത്രുക്കയിൽ സ്വർഗൂലം നീ തണലും വരയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ചേരോടു തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ ചേരോടു തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ ചുടുചോര ചിന്തേണ്ടി വന്നിടിലോ ചായല്ലേ ലോകതാങ്ങുകളിൽ ചുടുചോര ചിന്തേണ്ടി വന്നിടിലോ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ ഓ കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലോ കൽപ്പന പോലെ നടന്നിടണോ ഓ കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലോ കൽപ്പന പോലെ നടന്നിടണോ ഏൽപ്പിക്കയില്ലവ ശത്രുക്കയിൽ സ്വർഗൂലം നീ അണയും വരയും ഏൽപ്പിക്കയില്ലവ ശത്രുക്കയിൽ സ്വർഗൂലം നീ അണയും വരയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ Glory to God, Jesus. Glory to God, Jesus. We come on,
Jesus. Glory to God, Jesus. Thank you, Lord Jesus. Glory to God, glory to God, glory to God. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. Hallelujah, 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 hallelujah. Dukalamana Kaushaskai Diribigadagaradara. Thank you, Jesus. പരിശുദ്ധ കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും, നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ രക്ഷിച്ച അവിടുത്തെ സ്നേഹത്തിനായി, അവിടുത്തെ കരുണയ്ക്കായി നന്ദി കർത്താവേ. ഈ പ്രഭാതവേളയിലും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, അങ്ങ് ചെയ്ത സകല നന്മകൾക്കും അങ്ങ് നന്ദി കരയേറ്റുവാൻ കർത്താവ് അവസരം ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. കർത്താവെ, വളരെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്നിധിയും തുടർന്നുള്ള സമയങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പാടുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ ബലപ്പെടുത്താനായി സ്തോത്രം. നല്ല സംഗീതം ഞങ്ങൾക്ക് നൽകാനായി സ്തോത്രം. ഞങ്ങളുടെ ഇടപെടണമേ, സംസാരിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ വലിയ വിടുതലാക്കി തീർക്കണം. ദൈവനാമത്തിന് മഹത്വമായി പുകഴ്ചയായി തീരടയാക്കണം. വിശദീകരിച്ച് അനുഗ്രഹിക്കും ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തിയല്ലോ. പിന്നെയും അധികം ശക്തിയോടെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ സ്ഥിരനാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമുള്ള നാമം ഈ രാവിലെ സമയം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് കൂടി വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷാവും വന്ന കർത്താവാൻ യേശു ക്രിസ്തുവിനെ ആരാധിപ്പാൻ, നമ്മുടെ പിതാവാൻ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ രാത്രിവേള നമുക്കെല്ലാം സുഖകരമായ നിദ്ര നൽകി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ശാരീരമായി പലരും ക്ഷീണത്തോടെ ക്ലേശത്തോടെ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നുണ്ട്. ദൈവം അവരൊക്കെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 11-ാം സങ്കീർത്തനമാണല്ലോ നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. സംരക്ഷണവും പരിപാലനവും നൽകുന്ന സങ്കേതവും കോട്ടയുമാകുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 11-ാം സങ്കീർത്തനം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ പാടുന്നത്, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു.
ദൈവത്തെ ശരണമാക്കുന്ന ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എത്ര പ്രതികൂലമായ സാഹചര്യമായിരുന്നാലും അതിൻ്റെ നടുവിൽ രക്ഷിക്കുന്ന ഒരു രക്ഷകനെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തെ ഞാൻ ശരണമാക്കിയിരിക്കുന്നത് കൊണ്ട്, അടുത്തതായിട്ട് പറയുന്ന പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുവിനെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, ഏത് പ്രതിസന്ധിയും കടന്നു വരുമ്പോൾ എന്നെ സംരക്ഷിക്കാൻ ഒരു കർത്താവ് ഉള്ളതുകൊണ്ട്, ഒരു ദൈവമുള്ളതുകൊണ്ട്, സ്തോത്രം, പറന്നു പൊയ്ക്കൊള്ളാൻ പറയുന്നവരുടെ മുമ്പാകെ, ഓടി രക്ഷപ്പെടാൻ പറയുന്നവരുടെ മുമ്പാകെ എനിക്കൊരു സങ്കേതമായി ദൈവം എന്നോടൊപ്പമുണ്ട്. സ്തോത്രം, സ്തോത്രം. താൻ ആരെയാണ് ആശ്രയിക്കുന്നതെന്ന് നല്ല ബോധ്യമുള്ള ഒരു ഭക്തനാണ് ദാവീദ്. സ്തോത്രം. തൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ തൻ്റെ പാട്ടായും പ്രാർത്ഥനയായും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഒട്ടനവധി സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ പേരിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ഓടി രക്ഷപ്പെടുവാൻ പറയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. പോയി മറഞ്ഞിരിക്കാൻ പറയുന്ന ദൈവത്തെ അല്ല, എന്നെ മറയ്ക്കുന്ന ദൈവത്തെ. സ്തോത്രം. പ്രതിസന്ധി വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ പറയുന്ന ദൈവത്തെ അല്ല, എന്നെ സൂക്ഷിക്കുന്ന, തൻ്റെ ചിറകിൻ കീഴിൽ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ അല്ലെങ്കിൽ ശരണമാക്കിയിരിക്കുന്നതെന്ന് യാതൊരു സന്ദേഹവും കൂടാതെ, സംശയവും കൂടാതെ ഉച്ചസ്ഥരം ദാവീദ് വിളിച്ചു പറയുക. ദൈവമക്കളെ, നമ്മളൊരു കാര്യം ഓർത്തുകൊള്ളണം. മറ്റുള്ളവരോട് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു ഭാഗം ഇങ്ങനെയുണ്ട്. സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ യെരൂശലേം പണിയേണ്ടതിനായി, മതിലുകൾ പണിയേണ്ടതിനായിട്ട് കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഞങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങളെ അവൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് രാജാവിനോട് സൈന്യത്തെയും, സ്തോത്രം, മറ്റും ചോദിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്തു? ലജ്ജിച്ച് ഞങ്ങൾ നാണം കിട്ടും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിനുള്ള ആ ഒരു താല്പര്യമില്ല. കാരണം ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളുടെ രാജാവിനോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഒരു സൈന്യം ഞങ്ങൾക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്? സ്തോത്രം. ശ്രദ്ധിക്കണേ, ദൈവത്തെ പരിപാലിക്കുന്ന ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ വരച്ച് കാണിച്ചിട്ട് പ്രതിസന്ധി വരുമ്പോൾ ഓടി മറയുന്നവരല്ല ദൈവമക്കൾ. ശ്രദ്ധിക്കണം. പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രതികൂലങ്ങൾ, മറ്റുള്ളവരുടെ പ്രതികൂലങ്ങളെ കണ്ടിട്ട് അവരോട് പറയാണ്, നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ ഓടി മറയുന്ന ഒരു വ്യക്തിയാകരുത് നമ്മൾ. സ്തോത്രം. അവരുടെ മുമ്പാകെ അല്ലെങ്കിൽ അവരോട് സാക്ഷ്യപ്പെടുത്തിയ ഈ ദൈവം ആരാണെന്ന് നമ്മുടെ ജീവിത അനുഭവത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തി കൊടുക്കണം. സ്തോത്രം. ദാവീദ് പറയാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ പർവ്വതത്തിലേക്ക് പോയി രക്ഷപ്പെടുവാൻ ഹല്ലേലൂയ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഞാൻ ശരണമാക്കിയിരിക്കുന്ന ദൈവം എന്നെ വിടുവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനി ഇവിടെ രാവിലെ സമയം ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ഒരു ഉറപ്പ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകൽവേള ഉറപ്പ് പ്രാപിച്ചിട്ടുള്ള പോകാൻ. ഏത് പ്രതിസന്ധിയുടെ നടുവിലും എന്നെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ടെന്ന്, എനിക്ക് വേണ്ടി ഹല്ലേലൂയ നീട്ടപ്പെടുന്ന ഒരു കരമുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസം നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കണം. സ്തോത്രം. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ പറയുമ്പോൾ ഓടി രക്ഷപ്പെടുന്നവനല്ല ഞാൻ. കാരണം ഹല്ലേലൂയ എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. താഴോട്ട് വായിച്ചു വരുമ്പോൾ ദുഷ്ടന്മാരുടെ അനുഭവങ്ങൾ, ഒരു ദൈവഭക്തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും ഇവിടെ വിവരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദുഷ്ടന്മാർ എപ്പോഴും എന്ത് ചെയ്യുക? അവർ വില്ല് കുലച്ച് അസ്ത്രത്തിന്മേൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. എന്തിനാ? സമയം വരുമ്പോൾ ചെയ്യാൻ, സമയം നോക്കി ചെയ്യാൻ. സ്തോത്രം. അതാണ് ദുഷ്ടന്മാരുടെ പ്രത്യേകത. ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന്, മറവിലിരുന്നുകൊണ്ട് എയ്യേണ്ടതിന് അവൻ വില്ലുകുലച്ച് അസ്ത്രം ഞാണിമേൽ തൊടുത്തു വെച്ചിരിക്കുക. ഒന്ന് പിടിച്ചു വിട്ടാൽ മതി. എപ്പോഴും ഇങ്ങനെ ചെയ്യുക,
അസ്ത്രം ഞാണിമേൽ ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചു നിൽക്കുക. ഒന്ന് കൈ വിട്ടാൽ മതി. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ഈ അണുവായുധമൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുക. അതിൻ്റെ സ്വിച്ച് അതിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ അവരുടെ പക്കൽ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ അവരിരിക്കണമെങ്കിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ ഒരു അനുവാദം കൊടുത്താൽ മതി, അപ്പോൾ തന്നെ അത് എയ്യേണ്ടതിന് അല്ലെങ്കിൽ അത് അയക്കേണ്ടതിന്. ഇതുപോലെ ശത്രു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നീതിമാനെ എയ്യേണ്ടതിന് ഇരുട്ടിൻ്റെ മറവിൽ നോക്കിയിരിക്കുക, അവനെ എങ്ങനെ വീഴിക്കണം, എന്നെ എങ്ങനെ വീഴ്ത്തിക്കളയണമെന്ന്. അത് ദുഷ്ടന്മാരുടെ ചിന്തയാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദുഷ്ടന്മാർ ഇങ്ങനെ ഇരുട്ടെയ്യാൻ അല്ലെങ്കിൽ അസ്ത്രം ഞാണിമേൽ തൊടുത്ത് വില്ല് കുലച്ച് നിൽക്കുമ്പോൾ സ്തോത്രം, അവരുടെ അസ്ത്രങ്ങളെ തടുക്കുന്ന ഒരു പരിചയായി അബ്രഹാമിനോട് ദൈവം പറയുന്നൊരു ഭാഗം, അബ്രഹാമേ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിന്റെ അതിമകത്തായ പ്രതിഫലവും നിന്റെ പരിചയമാകുന്നു. ഞാൻ നിന്റെ പരിചയം അതിമകത്തായ പ്രതിഫലമാകുന്നു. ദുഷ്ടൻ നിന്റെ നേരെ തീയമ്പുകൾ തൊടുക്കുമ്പോ, ശത്രു നിന്റെ നേരെ അസ്ത്രങ്ങൾ എയ്യുവാൻ നോക്കി നിൽക്കുമ്പോ, അസ്ത്രങ്ങൾ നിന്റെ മേൽ തറയ്ക്കാതെ വേണം, തീയമ്പുകൾ നിന്റെ മേൽ തറയ്ക്കാതെ വേണം, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒരു പരിചയായി എല്ലായ്പ്പോഴും ഞാൻ നിന്റെ മുൻപിലുണ്ട്. സ്തോത്രം. സംഗീതം തന്നെ വായിക്കുന്നല്ലോ, തൻ്റെ കുറുപ്രാവിനെ എന്ത് ചെയ്യുന്നില്ല? ദുഷ്ടമൃഗത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. നാം അവൻ്റെ കുറുപ്രാവുകളാ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദുഷ്ടമൃഗങ്ങളുടെ മുൻപിൽ ഈ കുറുപ്രാവിനെ ഇട്ടുകൊടുക്കുന്ന ദൈവമല്ല. സ്തോത്രം. മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ, മറ്റുള്ളവർ വകവരുത്തുവാൻ നോക്കുമ്പോൾ, മറ്റുള്ളവർ നശിപ്പിക്കാൻ നോക്കുമ്പോൾ, സ്തോത്രം, അല്ലെങ്കിൽ ശത്രുവിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നവനല്ല നമ്മുടെ ദൈവം. അല്ലെങ്കിൽ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പകൽവേള ഓർത്ത് കൊള്ളണം. സ്തോത്രം. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും, അടിസ്ഥാനം നിൽക്കുന്ന ഇടം മറിഞ്ഞു പോയാലും ഭയപ്പെട്ടു പോകുന്നവനല്ല ഒരു നീതിമാൻ. സ്തോത്രം. കാരണം അവന് ഉറപ്പുണ്ട്, എൻ്റെ അടിസ്ഥാനം ഈ ക്രിസ്തുവിലാണ്. എൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണ്. അത് മറിഞ്ഞു പോകുന്നൊരു അടിസ്ഥാനമല്ല. ഈ ലോകത്തിലെ സകല അടിസ്ഥാനങ്ങളും മറിഞ്ഞു പോയാലും, അല്ലെങ്കിൽ സകല അനുഭവങ്ങളിൽ അല്ലെങ്കിൽ സകല പാർപ്പിടങ്ങളും മറിഞ്ഞു പോയാലും, അല്ല മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എത്ര സംരക്ഷണം നൽകുന്നു എന്ന് പറയുന്നതൊക്കെ സമയം വരുമ്പോൾ, സംരക്ഷണം നൽകാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അടിസ്ഥാനം മറിഞ്ഞ് കുലുങ്ങിപ്പോയാലും നീതിമാന് ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അടിസ്ഥാനങ്ങളെ ഉറപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അല്ല, തന്റെ ഭക്തന്മാരുടെ അടിസ്ഥാനങ്ങളെ ഉറപ്പിക്കുന്നവൻ മറിച്ച് കളയുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. അവനൊരു ഉറപ്പുണ്ട്, അടിസ്ഥാനം അവൻ നിൽക്കണമെന്ന് മറിഞ്ഞു പോയാലും അവന് ഉറപ്പുണ്ട്, എന്നെ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഭൂമി ഇളകി മറിഞ്ഞാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിന് വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം ആ പ്രതികൂലത്തിന്റെ നടുവിൽ എന്നെ രക്ഷിപ്പാൻ, എന്നെ വിടുവിപ്പാൻ അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ദൈവം അതിന്റെ മധ്യമുണ്ട്, ദൈവം അതിന്റെ മധ്യമുണ്ട്. ആ ഉറപ്പുള്ള ദൈവമക്കൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ പതറിപ്പോകില്ല, പ്രയാസങ്ങൾ വരുമ്പോൾ പതറിപ്പോകില്ല. അല്ലെങ്കിൽ ശത്രു നമ്മുടെ മേൽ നമ്മുടെ നേരെ കടന്നു വരുമ്പോ അല്ല തളർന്നു പോകില്ല. ഞാൻ വേഗത്തിലെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തു, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്ന അറിയും ദൈവം. അടുത്തത്, ദുഷ്ടനെയും സാഹസപ്രിയനെ എൻ്റെ ഉള്ളം, സാഹസപ്രിയനെ എൻ്റെ ഉള്ളം, ദുഷ്ടനെ എൻ്റെ ഉള്ളം വെറുക്കും. പക്ഷേ അപ്പോൾ തന്നെ നീതിമാനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശോധന ചെയ്തുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ശോധന വരുമ്പോൾ ഓർത്തു കൊള്ളണം, എന്നെ നീതീകരിക്കാൻ വേണ്ടി, എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി. സ്തോത്രം. ഞാൻ തകർന്നു പോകാതിരിപ്പാൻ, ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ. ഇയ്യോബിന്റെ ജീവിതാനുഭവം നമുക്കറിയാമല്ലോ. സ്തോത്രം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നിട്ടും, എല്ലാം മറിഞ്ഞു പോയിട്ടും, പക്ഷെ ഇയ്യോബ് പറയാ, എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഒരുവന് വേണ്ടി കാത്തിരിക്കുക. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയാലും സ്തോത്രം, എൻ്റെ കാത്തിരിപ്പിന് മാറ്റം വരികില്ല.
സ്തോത്രം. ഞാൻ കാത്തിരിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. സ്തോത്രം. എൻ്റെ ത്വക്ക് അവസാനമായി താൻ പറയുമ്പോൾ എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ പ്രാണൻ പോയാൽ പോലും, എൻ്റെ പ്രാണൻ പോയാൽ പോലും എൻ്റെ കാത്തിരിപ്പിന് കുറവരിയില്ല. കാത്തിരിപ്പ് നഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ കാത്തിരിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. അവനൊരിക്കൽ ഹല്ലേലൂയ എന്നെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തളർന്നു പോയാലും, ഇപ്പോൾ ഞാൻ തകർന്നു പോയാലും, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ഈ ജഡ ശരീരം ഇവിടെ അഴുകിച്ചേർന്നാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു, അന്യനല്ല, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് തന്നെ എന്റെ ദൈവത്തെ ഞാൻ കാണും. അതവർ യഥാർത്ഥ ദൈവഭക്തന്റെ പ്രത്യാശ. ഇവിടെ എത്ര നാൾ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, ജീവിച്ചിരുന്ന കാലം എങ്ങനെ ദൈവത്തെ സേവിച്ചു, അതിൻ പ്രകാരം സ്തോത്രം എനിക്കൊരു നിത്യത. അതിൻ പ്രകാരം എനിക്കൊരു നിത്യത. സ്തോത്രം. രണ്ടും നിത്യമാണ് കേട്ടോ. പാതാളവും നിത്യമാ, സോറി, നരകവും നിത്യ, സ്വർഗവും നിത്യമാ. സ്തോത്രം. എവിടേക്കാണെന്നുള്ളത് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. പാതാളത്തിൽ പോയി കുറെ നാൾ കഴിയുമ്പോൾ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആരും പ്രതീക്ഷിക്കരുത്. സ്തോത്രം. പാതാളത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച്, നരകത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി പറയുന്നു. സ്തോത്രം. ആരൊക്കെയാണ് അവിടെ പോകുന്നത്, സ്തോത്രം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ശക്തമായി ഓർപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓട്ടം ആ നിത്യത, നിത്യസ്വർഗ, നിത്യ സന്തോഷത്തിലേക്കുള്ള അനുഭവത്തിലായിരിക്കട്ടെ നമ്മുടെ ഓട്ടം. സ്തോത്രം. നമ്മെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാനിടയാകട്ടെ. ദുഷ്ടന്മാരുടെ ഓഹരിയെക്കുറിച്ച് പറയുന്നു അവസാന വാക്യത്തിൽ, യഹോവ നീതിമാൻ, അവൻ നീതി ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവന്റെ, ആർക്കാണ് അവന്റെ മുഖം കാണാൻ കഴിയുന്നത്? നേരുള്ളവർക്ക്. സ്തോത്രം. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവന്റെ മുഖം കാണും. ദാവീദ് പറയുന്ന മറ്റു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. അവന്റെ ഉറപ്പ, ദാവീദിന്റെ ഉറപ്പാ, ഞാൻ നീതിയിൽ നിന്റെ മുഖം കാണും. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യമായ നിദ്രയിലേക്ക് ഞാൻ അകപ്പെട്ടു പോകുമ്പോൾ, സ്തോത്രം, ഈ മണ്ണിൽ എൻ്റെ ശരീരം അലിഞ്ഞു ചേർന്നാലും ഞാൻ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ഞാൻ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. ആ പ്രത്യാശയോടെ ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രത്തോടുള്ള സമയം സാക്ഷ്യത്തിനായിട്ട് വിനിയോഗിക്കാം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപടി നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായി കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വാക്യം പ്രസ്താവിക്കുന്നതായിരിക്കും. ഫോർ ബൈബിൾ റെസിറ്റേഷൻ, ജോന ജസ്വിൻ will come forward and lead the session. Praise Jesus. Praise the Lord. Isaiah 26 verses 3. You will keep in perfect peace those whose minds are steadfast because they trust in you. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ പ്രഭാതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവം കൂട്ടിവരുത്തി ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി, ദൈവകൃപ ധാരാളമായി പകർന്നവരെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് പഠിപ്പാൻ വേണ്ട ദൈവിക ജ്ഞാനവും ബുദ്ധി ഓർമ്മശക്തിയും ഒക്കെ നൽകി അവരെ അനുഗ്രഹിക്കേണ്ടതിന്, മറ്റുള്ള കുഞ്ഞുങ്ങളുടെ മുൻപാകെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുന്ന ദൈവം സഹായിക്കേണ്ടതിനായി ദൈവങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മുടെ കരം നീട്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരിൽ പകർന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അവർ കൊടുത്ത ആയുസ്സിനും ആരോഗ്യത്തിനായി നന്ദി കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരുടെ സ്കൂൾ യാത്രകളിൽ കൂടി നിന്ന് പഠിപ്പാൻ വേണ്ട ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നൽകി അവരെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം. തുടർന്നുള്ള ദിനങ്ങൾ അവരെ സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറച്ചവരെ അലങ്കരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരും മാനിക്കപ്പെട്ടവരുമായി തിരുടയാക്കണം.
അവരുടെ സ്നേഹിതരുടെ മധ്യേ, അധ്യാപകരുടെ മധ്യേ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അവിടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ കാലത്തും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥന ഘട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ. ആമേൻ. Be seated. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാമല്ലോ. മൈക്ക് കൊടുത്തു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ദൈവമക്കളോടൊത്ത് ദേവദാസനോട് കുടുംബത്തോടുമൊത്ത് കർത്താവിനെ സ്തുതിപ്പാനും വാഴ്ത്തുവാനും ആയുസ്സിലൊരു പ്രാവശ്യം കൊണ്ട് കർത്താവ് ദാനം ചെയ്തതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ പോയ ദിനങ്ങളിലൊക്കെയും ഈ പട്ടണത്തിൽ കർത്താവ് അടിയങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ചു. അനർത്ഥങ്ങൾ, ആപത്തുകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങളിലൊക്കെ ദൈവം പിടിവിച്ച് ഓരോ നിമിഷവും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കും ദയയ്ക്കുമായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ 29 വർഷക്കാലം ഈ പട്ടണത്തിലായിരിക്കാൻ, ജോലി ചെയ്യുവാനൊക്കെയുള്ള ആവശ്യമായ ആരോഗ്യവും കർത്താവ് നൽകി. പലപ്പോഴും മരണത്തെ മുഖാമുഖമായി കണ്ട അവസരങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങളെ അടിയനെ വിടിവിച്ച് ക്ഷേമത്തോടെ ദേശത്ത് ആയുസ്സോടാരോഗ്യത്തിലൊക്കെ ആക്കിയിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും അറിഞ്ഞിരുന്നതുപോലെ ഞങ്ങളുടെ നേഴ്സസിൻ്റെ ഇടയിൽ അല്പമല്ലാത്ത ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. MOHൻ്റെ ഞങ്ങളുടെ കോൺട്രാക്റ്റ്, പെർമനൻറ്റ് കോൺട്രാക്റ്റ് അവർ ടെമ്പററി ആക്കുവാൻ തക്കവണ്ണമുള്ള തീരുമാനത്തിലെത്തുവാൻ ഇടയായി. കഴിഞ്ഞ ജൂൺ മുതൽ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അത് ഞങ്ങളോട് പറയുകയും ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ ഭാരമായിരുന്നു. കാരണം ഞങ്ങളുടെ ലീവൊക്കെ നഷ്ടമാകും, സാലറിയിൽ ചെറിയ ഡിഡക്ഷൻ ഉണ്ടാകും. പെർമനൻറ്റ് കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 5 വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് അവർ പറയുന്നത്. ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ നിർബന്ധിതരായി തീർന്നു. കാരണം തുറന്നുള്ളതായ സമയങ്ങളിൽ ഈ ദേശത്ത് തന്നെ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുകയും അതിനുള്ളതായ സാവകാശങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ഞങ്ങൾക്കുള്ളാകിയാൽ ഞങ്ങൾ പലരും ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുവാനിടയായി. എന്നാൽ ആ വിഷയം അറിഞ്ഞ സമയം മുതൽ ദൈവദാസൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സഭയായിട്ട് പല സഹോദരിമാരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആ വിഷയങ്ങളെ ദൈവസ്ഥാനത്തിൽ ഏറ്റു പ്രാർത്ഥിച്ചു. ഞങ്ങൾ സഹോദരിമാർ പലപ്പോഴും പരസ്പരം സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, ദൈവഹിതമല്ലാത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. നമ്മുടെ തലയിൽ ഒരു മുടി ഒഴിഞ്ഞു പോകണമെങ്കിലും കർത്താവ് അറിയണം. എന്നാൽ ഈ ചെയറിൽ നിന്നും കടന്ന് എന്ത് സംസാരിക്കാനുള്ള സാവകാശങ്ങൾ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ വളരെ ഭാരം ഞങ്ങൾ അനുഭവിച്ചു. എന്നാൽ വലിയവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒഫീഷ്യൽ മെസ്സേജ് കിട്ടുവാനിടയായി തീർന്നു. ആ കോൺട്രാക്റ്റ് ക്യാൻസലായി പഴയ പോലെ തന്നെ പെർമനൻറ്റ് കോൺട്രാക്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സാവകാശം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മൾക്ക് പലപ്പോഴും കടന്നു ചെന്ന് പ്രവർത്തിപ്പാൻ കഴിയാത്ത സ്ഥാനത്ത് വലിയവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന. ഈ രാജ്യത്തിൻ്റെ തീരുമാനമനുസരിച്ച്, നിയമമനുസരിച്ച് അവരെന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കുകയുള്ളൂ. അപ്രകാരമാണ് ഞങ്ങൾ സൈൻ ചെയ്തെന്നാൽ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയായ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ, ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ സഹോദരിമാരൊക്കെ ആ വിഷയത്തിൽ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസനെ കുടുംബം, സഭ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ ദൈവനാമത്തിലുള്ള നന്ദിയെ, സ്നേഹത്തെ ഞങ്ങൾ അറിയിക്കുന്നു. തുടർന്ന് ഈ ദേശത്തായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഈ സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജോലി ചെയ്യുവാനൊക്കെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് അടിയനെയും സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ദൈവമക്കളെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ഇരുന്നുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ലൈവിനെ വിടിവെച്ചു, വരാനാഥത്തിന് വിടിവെച്ചു. എൻ്റെ പേര് ജിബിൻ എന്നാണ്. ഞാനിവിടെ മാവിലയിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ച ആയതുള്ളൂ. വിസിറ്റ് മിസയിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആരാധനയ്ക്ക് വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവിടെ എൻ്റെ ചർച്ചിലെ പാസ്റ്റർ വഴി ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്ത്, സെക്രട്ടറി കണക്ട് ചെയ്തു. അങ്ങനെ പുള്ളിയൊക്കെ എന്നെ വിളിച്ചു. പ്രിയ കർത്തദാസൻ വരെ എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇനി എൻ്റെ വർക്ക് വിസ ആവേണ്ടതായിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന വെച്ചുകൊള്ളുന്നു. പ്രത്യേകം ബ്ലസ്സിനെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുള്ളി എന്നെ ഇവിടെ ആരാധനയ്ക്കായിട്ട് കൊണ്ടുവരാൻ 2 ആഴ്ചയായിട്ട് കൊണ്ടുവരുന്നുണ്ട്.
പ്രിയ കർത്താസിനെ ബ്ലസ്നജാന് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ. Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. It's indeed a great pleasure to stand, Mr. Saint, and testify God's holy name. God was good to me. As you all know, I was admitted in the hospital for one of my procedures in stent. Thank you all for your prayers. Experiencing a little bit pain, but God has been helpful and He has strengthened me so far. Do continue to keep me in prayers of me, especially my mom. She's also getting better. As a family, I request all of you to keep us in prayers. Thank you and God bless. ഇവിടെ പ്രസ്താവിച്ച സാക്ഷ്യങ്ങളൊക്കെ നാം കേട്ടല്ലോ. നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ പ്രിയപ്പെട്ടവരുടെ വിഷയത്തോളം ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രയാസത്തോടെ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നുപോയി. പ്രിയ മേബ്ലാവ് പറഞ്ഞ സാക്ഷ്യം നാം എല്ലാവരും കേട്ടല്ലോ. വളരെ ശക്തമായി ആ വിഷയത്തിന് വേണ്ടി സഭയായി നാം പ്രാർത്ഥിച്ചു. മെത്തിയ പാർശ്യ നിയമത്തെ തിരുത്തി കുറിച്ച ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ കൊണ്ടുവന്ന ആ നിയമത്തെ ദൈവം തിരുത്തി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അനുകൂലമായി ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സസിനും അത് അനുകൂലമായി തീരത്തക്കവണ്ണം ദൈവം അത്ഭുതകരമാവരും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായല്ലോ. ദൈവം തുടർന്നും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവർ കഴിഞ്ഞ 29 വർഷം പ്രിയപ്പെട്ടവരുടെ ഈ ദേശത്ത് ദൈവം അത്ഭുതകരമായി പരിപാലിപ്പാനിടയായി തുടർന്നുള്ള നാളുകളിലും ദൈവം സഹായിക്കേണ്ടതിനായി കുടുംബമായി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരൻ ജിബിൻ സാക്ഷ്യം പ്രസ്താവിച്ചത് കേട്ടല്ലോ. വിദേശത്തേക്ക് കടന്നു വന്നു. ഈ ദിവസങ്ങളിൽ തനിക്ക് വർക്ക് വിസ ലഭിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ദൈവം ഒരുക്കി സഹായിക്കേണ്ടതിനായിട്ട് എത്രയും വേഗം തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ തിമോത്തി സാക്ഷ്യം പറഞ്ഞത് നാം കേട്ടല്ലോ. തൻ്റെ കഴിഞ്ഞ ദിവസങ്ങൾ താൻ അനുഭവിച്ച ശാരീരിക ക്ലേശത്തോട് ബന്ധത്തിൽ കിഡ്നി സ്റ്റോണുള്ള ബന്ധത്തിൽ ഒരു ചെറിയ പ്രൊസീജിയറിൽ കൂടെ താൻ കടന്നുപോയി. അതിലൊരു സ്റ്റെൻറ്റ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങൾ നീക്കം ചെയ്യുവാനിടയായി. യാതൊരു പ്രയാസവും കൂടാതെ ദൈവം ഈ ദിവസം വരെ കാത്തു പരിപാലിച്ച് തുടർന്നും ദൈവം തന്നെ സഹായിക്കേണ്ടതിന് എൻ്റെ മാതാവിനെ സൗഹൃദങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിപ്പാൻ ഇടയായി തരട്ടെ. പ്രിയ സി എം മാത്യുജാൻ്റെ വൈഫ് പ്രിയ വത്സമാമ പനിയാൽ വളരെ ഭാരത്തോടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടന്നുപോയി. ദൈവം പൂർണ്ണമായി വിടുതൽ കൽപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ പൈതൽ പെൻ അവൻ്റെ കൈക്ക് ചെറിയ സർജറി കഴിഞ്ഞ ദിവസം നടക്കുവാനിടയായി. ദൈവം അവന് പൂർണ്ണമായി സൗഖ്യം നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. വരും ദിവസങ്ങളൊക്കെ നാട്ടിൽ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, നാട്ടിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിപ്പാൻ പരിപാലിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജോലി സംബന്ധമായി വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകം നമ്മുടെ പ്രിയ സഹോദരൻ അനീഷ് ജോണിൻ്റെ മാതാവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കുണ്ടായ ഹാർട്ട് സംബന്ധമായ പ്രയാസ നിമിത്തം ഇപ്പോൾ ചില സർജറിക്ക് വിധേയപ്പെട്ട് ഇപ്പോൾ അടൂര് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ICUവിൽ ആണ്. ദൈവം പൂർണ്ണമായ വിടുതൽ കൊടുക്കേണ്ടതിനായി ആ പ്രിയപ്പെട്ടവനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജോലി സംബന്ധമായി ഒത്തിരി പ്രതിസന്ധി കൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ടെർമിനേഷൻ നോട്ടീസ് ലഭിച്ചവരുണ്ട്. അതിനുള്ള കമ്പനികൾ പൂട്ടാൻ പോകുന്നു എന്നറിയിക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവരുടെ വിഷയമേൽ അതുപോലെ തന്നെ സാലറി ദിവസങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പലരുമുണ്ട്. ദൈവം അവരെയൊക്കെ സഹായിക്കേണ്ടതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ദിവസങ്ങൾ ഒരുക്കി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിഷയമേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമല്ലോ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, എന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. നാളുകളായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ട്. സ്തോത്രം. ശാരോൺ മോളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. നമ്മുടെ സാറാമോളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവരൊക്കെ സൗഖ്യമാക്കേണ്ടതിന്, അതുപോലെ തന്നെ ശരീരത്തിൽ പ്രയാസത്തോടെ കഴിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടത്. കിടക്കയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. ദൈവം അവരോടൊക്കെ കരുണ കാണിക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും സഹോദരന്മാരിൽ ഒരാൾ ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും.
സ്തോത്രം 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 മഹാപരിശുദ്ധനും നീതിമാനന്ദത്തിനുമായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, മനോഹരമായ നല്ല രാവിലെ സമയത്തിന് ഒരു പ്രാവശ്യം കൂടെ അങ്ങേ വാഴ്ത്തുന്ന അങ്ങേ സ്തുതിക്കുന്ന നാഥാ. ഇന്ന് രാവിലെ കാലം ആരാധനയെ കടന്നുരുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ നാഥാ. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഹല്ലേലൂയ ഈ സമയം വരെയും ദൈവിക സാന്നിധ്യം ഒരുപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം നാഥാ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ഹല്ലേലൂയ നാഥാ. പാടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം നാഥാ. പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ ഹല്ലേലൂയ കൃപകളെ ഞങ്ങൾ നൽകുന്നതിനായി സ്തോത്രം നാഥാ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണിച്ച് പ്രാർത്ഥിപ്പാൻ, ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എല്ലാം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം നാഥാ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തെ കർത്താവ് നൽകി തന്നതിനായി സ്തോത്രം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നത് കർത്താവിനതാ. ഈ രാവിലെ കാലം കർത്താവ് ഈ സങ്കീർത്തനക്കാരനോട് അടികൾക്കും ചേർന്ന് പറയുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം നാഥാ. പ്രതിയാൽ കർത്താവെ സാക്ഷ്യവാചനങ്ങളിൽ കൂടെ കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായിട്ട് ഹല്ലേലൂയ പറഞ്ഞ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് രാവിലെ കാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥാ. പ്രതിയാൽ കർത്താവെ മേബിളാൻ്റെ കുടുംബമായ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കഴിഞ്ഞ ദീർഘവർഷക്കാലം ഈ രാജ്യത്തായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം നാഥാ. ഇവിടെ ജോലിയുള്ള ബന്ധത്തിലൊക്കെ ആയിരുന്നപ്പോൾ ദൈവിക സാന്നിധ്യം കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം നാഥാ. പോക്കിൽ വരവുള്ള എല്ലാം കർത്താവ് കൂടെ ഇരുന്നല്ലോ കർത്താവ് എന്നതാ. പ്രതിയാൽ കർത്താവെ കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് എന്നതാ പ്രിയ ഹല്ലേലൂയ കർത്താവെ നേഴ്സസിന് ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ അവരുടെ ജോലി സംബന്ധമായി ഹല്ലേലൂയ ഉണ്ടായ ആ അവസ്ഥയിൽ നിന്നെല്ലാം കർത്താവ് കൊടുത്ത വിടുതലിനും ഹല്ലേലൂയ അത്ഭുതത്തിനുമായി സ്തോത്രം നാഥാ. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്ന കർത്താവ് എന്നതാ. ഒരിക്കൽ കൂടെ കർത്താവെ ഹല്ലേലൂയ അടിയങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം നാഥാ. ഹല്ലേലൂയ ദൈവിക പ്രവൃത്തികളെ വീണ്ടും അടിയങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ കാണുവാൻ, ദൈവപ്രവൃത്തികളെ കാണുവാൻ കർത്താവ് ഇടയാക്കണം നിങ്ങളോട് പ്രാർത്ഥിക്കാൻ എന്നതാ. പ്രതിയാൽ കർത്താവെ ഹല്ലേലൂയ പുതുതായി കടന്നു വന്ന പ്രിയ ഹല്ലേലൂയ ജിബിൻ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് ഒരുമിച്ചുള്ള ആരാധന പ്രിയ സഹോദരന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി അങ്ങ് തീർക്കുമാറണം നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ രാജ്യത്തായിരിക്കുമ്പോൾ കർത്താവേ എന്നതാ ദൈവകൃപയിൽ ഹല്ലേലൂയ അഭിനയമായിരിക്കാൻ ദൈവം സഹായിച്ചട്ടെ. പ്രിയദാസന്റെ വിസ ഹല്ലേലൂയ ദൈവമേ ജോബ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യുവാൻ എത്രയും പെട്ടെന്ന് കർത്താവ് സഹായിക്കണം നിങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. എല്ലാ തടസ്സങ്ങളെയും കർത്താവ് മാറ്റുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്ത് കർത്താവ് പ്രിയ ഹല്ലേലൂയ സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ്. ഹല്ലേലൂയ തുറന്നുള്ള നാളുകളിൽ അടിയങ്ങളുടെ സമയോട് ചേർന്ന് ഹല്ലേലൂയ കടന്നു പോകുവാൻ പ്രിയദാസനെ കർത്താവ് സഹായിക്കണം നിങ്ങളോട് പ്രാർത്ഥിക്കുന്നതാവേ. പ്രിയ തിമോത്തിയെ ബ്രദറിനോർത്ത് പ്രാർത്ഥിക്കത്താവ് സഹായിക്കണമേ. കഴിഞ്ഞ ദിവസം നേരിട്ട ഹല്ലേലൂയ അനർത്ഥത്തിൽ കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. നെഹെമ്യാവിനെ റിമൂവ് ചെയ്യാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടെ ബലത്തോടെ ഈ രാജ്യത്തായിരിക്കാൻ കർത്താവ് ഇടയാക്കണം നിങ്ങളോട് പ്രാർത്ഥിക്കുന്നതാവേ. ദൈവ ഹല്ലേലൂയ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി പ്രിയ സഹോദരനെ കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം നാഥാ. പ്രിയമാ ഹല്ലേലൂയ പ്രിയമാ ഗേളി ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആൻറ്റിക്കും കർത്താവ് വിടുതൽ കർത്താവ് കൽപ്പിക്കണമേ. പൂർണ്ണ ആരോഗ്യം പൂർണ്ണ ബലം കർത്താവ് കൊടുത്ത് എത്രയും പെടുന്ന ഹല്ലേലൂയ ആരാധനയ്ക്ക് കടന്നു വന്ന് ഒരുമിച്ച് അങ്ങേ വാഴ്ത്തുവാൻ സ്തുതിപ്പാൻ കർത്താവ് ഇടയാക്കണം നിങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രിയ ദേവദാസൻ പറഞ്ഞ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും താങ്കളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഹല്ലേലൂയ കർത്താവേ പ്രിയ മാത്തിച്ചാന്റെ ഹല്ലേലൂയ വൈഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ പനിയാൽ ഭാരപ്പെട്ടതല്ലോ കർത്താവ് ഹല്ലേലൂയ കൊടുത്തിരിക്കുന്ന വിടുതലിനും ആശ്വാസനായി സ്തോത്രം. എത്രയും പെടുന്ന ഒരു പൂർണ്ണ ആരോഗ്യം പ്രാപിപ്പാൻ, പൂർണ്ണ ബലം പ്രാപിപ്പാൻ കർത്താവ് ഹല്ലേലൂയ ആൻറ്റി അങ്ങ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രതിയാൽ കർത്താവ് പ്രിയ ബെൻമോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം കർത്താവെ ഹല്ലേലൂയ കർത്താവെ കയ്യിൽ സ്റ്റീലൊക്കെ റിമൂവാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രിയ പൈതലിനെ കർത്താവ് സഹായിക്കണമേ. പൂർണ്ണ ഹല്ലേലൂയ ആരോഗ്യം ബലം പ്രിയ പൈതലിനെ കർത്താവ് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭാരമോ പ്രയാസമോ തുടർന്ന നാളുകൾ ഉണ്ടാകുവാൻ കർത്താവ് സമ്മതിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ കർത്താവ് പ്രിയ പൈതൽ അനുഭവിച്ചുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട പൈതലായി ഹല്ലേലൂയ തീരുവാൻ കർത്താവ് ഇടയാക്കണം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ദൈവദാസൻ പറഞ്ഞെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രിയ അനീഷ് ജോണിന്റെ അല്ലെങ്കിൽ ആ മാതാവിന്റെ സഹോദരിയുടെ ഭർത്താവിനോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രിയ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നല്ലോ. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കണമേ. ദൈവപ്രവൃത്തി ഹല്ലേലൂയ പ്രിയദാസന്റെ മേലെ വെളിപ്പെടുമാറാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. എത്രയും പെട്ടെന്ന് കർത്താവ് ഡിസ്ചാർജായി ഭവനത്തിൽ കടന്നു പോകാൻ കർത്താവ് സഹായിച്ചട്ടെ. കർത്താവ് ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ഒരു ദൈവിക പ്രവൃത്തി പ്രിയദാസന്റെ മേലെ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ സഭയിൽ വിവിധ ഭാരങ്ങള് പ്രയാസങ്ങള് കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ട സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതാ അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവിക മറുപടി കർത്താവ് അയച്ച് ഇന്നാൾ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നത്. നാദാം ജോലി സംബന്ധമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പം ദൈവമേ ജോലി ചെയ്തിട്ട് സാലറി ലഭിക്കാത്തവരുണ്ട്. ദൈവമേ ടെർമിനേഷൻ നോട്ടീസ് ലഭിച്ചവരുണ്ട്. ദൈവമേ ഹല്ലേലൂയ തുടർന്നുള്ള നാളുകളിൽ എങ്ങനെയാകുന്ന ഭാരത്തോടെ പ്രയാസത്തോടെ കഴിയുന്നവരുണ്ട്. നാഥാ ദൈവമേ അങ്ങനെയുള്ള എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന താവേ. ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ വല്ലഭത്തിന്റെ ഭുജം ദൈവമേ അവരുടെ ഹല്ലേലൂയ ജീവിതങ്ങളിൽ അങ്ങ് നീട്ടുമാറാണ് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ കർത്താവേ നാഥാ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾപ്പാൻ കർത്താവ് സഹായിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു.
ദൈവദാസൻ പറഞ്ഞ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവാധിപത്യത്തിലേക്ക് ഏൽപ്പിച്ചു, ഞങ്ങൾ വിട്ടുപോയ വിഷയങ്ങൾ ദൈവാധിപത്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് താവേ നാഥാ കുറച്ച് സമയം കൂടെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നത് അടിയങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ കാരണമാക്കി ദൈവപ്രവൃത്തി കാരണമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. നാഥാ വചനത്തിലൂടെ നിങ്ങൾ സംസാരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വചനം കേട്ട് ബലത്തോടെ മടങ്ങിപ്പോൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മേശി ഞങ്ങളുടെ മുന്നിലുണ്ടല്ലോ, പ്രാഗൽഭ്യത്തോടെ ഹല്ലേലൂയ അതിലേക്ക് കൈനീട്ടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നത് താവേ. തുടർന്നുള്ള സൃഷ്ടികളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിന് കർത്താവേ, ആമേൻ. സ്തോത്രം. കർത്താവുടെ പ്രാർത്ഥനകടനായി നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ അതേ പരിശുദ്ധമുള്ള നാമം വീണ്ടും മുഖത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ച് പിന്നെ ആയിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. പ്രത്യേക ഞങ്ങളുടെ ഏറ്റവും അടുത്ത സ്വദേശിയായ ദേശവാസിയായ പ്രിയപൈതൽ ജീവനോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം നൽകുന്നത് ഓർത്ത് സ്തോത്രം. പ്രിയപൈതലിനെ ദൈവം സഹായിക്കട്ടെ. വേഗത്തിൽ തന്നെ അവൻ്റെ കാര്യങ്ങളിൽ ദൈവം ഒരു ക്രമീകരണം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന മറ്റെല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുമേലും ദൈവ ദിവസങ്ങളിൽ തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഭാരത്തോടെ ജോലി സംബന്ധമായ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ പലരുമുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടിയൊക്കെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ കരം അനുകൂലമായി നീട്ടേണ്ടതിനായിട്ട് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. അല്പം നേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തിരുവചനത്തിൽ നിന്ന് ഒരു 1-2 വേദഭാഗങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും മറ്റൊരാൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ കൂടെ വായിക്കാം. Matthew chapter 7 verse 2 and Genesis chapter 18. Genesis 18 verses 7. 18:6 and 7. ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ വെച്ചു. നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള ചില വാക്യങ്ങളാണ് നാം വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐക്യ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഭൂമിയിലായിരുന്നപ്പോൾ താൻ നടത്തിയ പ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ്, ഗിരിപ്രഭാഷണത്തിലെ ഒരു ഭാഗമാണ് നാം വായിച്ച മത്തായി സുവിശേഷം 7-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചത് അബ്രഹാം തൻ്റെ അടുക്കൽ വന്ന ദൂതന്മാരെ സൽക്കരിച്ച വിധത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ച് കേട്ടത്. അവിടെ അവർ ദൂതന്മാർ തനിക്കെതിരെ നിൽക്കുന്ന കണ്ടപ്പോൾ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് അവരെ സ്വീകരിച്ച് തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന ശേഷം സാറായോട് പറയുകയാണ്, ഒരു 3 അടങ്ങഴി മാവെടുത്ത് വേഗത്തിൽ അപ്പം ഉണ്ടാക്കണം. താൻ തന്നെ ഓടിച്ചെന്ന് തൻ്റെ പശുശാലയിൽ ചെന്നിട്ട്, ഗോശാലയിൽ ചെന്നിട്ട് നല്ല ഇളയത് ആയ ഒരു കളക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് സ്തോത്രം അതിനെ അറുത്ത് പാകം ചെയ്ത് ബാല്യക്കാരുടെ കൊടുത്ത് അതിനെ അറുത്ത് പാകം ചെയ്ത് ദൂതന്മാരുടെ മുമ്പിൽ കൊണ്ടുവച്ച കാര്യങ്ങളാണ് നാം വായിച്ച് കേട്ടത്. സ്തോത്രം. അതിൻ്റെ ചില ഭാഗങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ സമയം പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. സമയങ്ങൾ വേഗത്തിൽ മുൻപോട്ട് കടന്നു പോകുന്നല്ലോ. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചെയ്ത പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എടുത്ത് കാണിക്കത്തക്ക ശ്രദ്ധേയമായ ഒരു പ്രഭാഷണമായിരുന്നു ഗിരിപ്രഭാഷണമുള്ളത്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വളരെ എക്കാലത്തും പ്രസക്തമായ ചില പ്രഭാഷണങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഭാഗങ്ങൾ. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നവരോട് പറയുകയാണ്, വിധിക്കുന്ന വിധിയെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. വിധിക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അല്ലേ? വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾ എത്രയും അളക്കുന്നു അത്രയും നിങ്ങൾക്കും അളന്ന് കിട്ടും. ഉത്തമ ഉദാഹരണമാണ് അബ്രഹാമിൻ്റെ ജീവിത അനുഭവം. എന്താ? തൻ്റെ അടുക്കൽ വന്ന ദൂതന്മാരെ സൽക്കരിക്കുന്ന വിധം നമുക്കറിയാം. 3 പുരുഷന്മാർ തൻ്റെ അടുക്കലേക്ക് തനിക്കെതിരെ നിന്നു.
അവരെ സ്വീകരിച്ച് ഭവനത്തിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ഓരോരുത്തരും 3 ഇടങ്ങഴി മാവ് എടുത്ത് അപ്പം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ഇടങ്ങഴി മാവ് വെച്ച് കൊടുത്തു. തൻ്റെ മക്കൾ വന്നപ്പോഴും മക്കളുടെ കാലത്ത് വന്നപ്പോഴും പറഞ്ഞു, നീ ഓരോ ഇടങ്ങഴി പറക്കിയാൽ മതിയെന്ന്. സ്തോത്രം. എന്താ ഇത് നമ്മളെ കാണിക്കുന്നത്? നീ എത്രയും അളന്നു കൊടുത്തോ അത്രയും. നീ എത്രയും അളന്നാണോ ദൈവത്തെ ആരാധിക്കുന്നത്, നീ അളന്ന് പ്രാപിക്കും. സ്തോത്രം. അളവ് കൂടെയാണത്, സമയം കൂടാതെ ആണോ നീ ദൈവത്തെ ആരാധിക്കുക, സമയം നോക്കാതെ, ഹല്ലേലൂയ, മറ്റൊന്നും മാനദണ്ഡങ്ങൾ നോക്കാതെ ആണ് നീ ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിയും. സ്തോത്രം. അതാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യരുത്? നിങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്. നാം വിധിക്കപ്പെടാതിരിക്കണമോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ ആരെയും വിധിക്കാതിരുന്നാൽ മതി. കേൾക്കുന്ന പ്രസംഗം വിധിക്കണ്ട, കേൾക്കുന്ന പ്രാർത്ഥന വിധിക്കണ്ട, കാണുന്ന കാഴ്ചപ്രകാരം വിധിക്കണ്ട. വിധിച്ചാലുള്ള ദോഷം നിങ്ങളും വിധിക്കപ്പെടും, നിങ്ങളും പിടിക്കപ്പെടും, നമ്മളും പിടിക്കപ്പെടും. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നമ്മൾ ആരെയും വിധിക്കാൻ പോകരുത്. നീതീകരിക്കുന്നവനെ യഹോവ, ആരെന്നെ കുറ്റം വിധിക്കും? യഹോവയായ ദൈവമാണ് എന്നെ നീതീകരിച്ചതെങ്കിൽ ആർക്കും എന്നെ കുറ്റം വിധിക്കാൻ കഴിയില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ വിധിക്കപ്പെടാതിരിക്കണമെന്ന് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടോ? നമ്മൾ ആരെയും വിധിക്കരുത്. സ്തോത്രം. അളവ് കൂടാതെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, കർത്താവെ കലവറ കൂടാതെ അനുഗ്രഹിക്കണേന്ന്. ഇങ്ങോട്ട് മാത്രം വാങ്ങിച്ചാൽ മതിയോ? ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ സമ്പത്തിനെ കുറിച്ചാണ് നിങ്ങൾ ആരും പറയല്, അതും അതിൻ്റെ ഒരു ഭാഗമാണ്. അത് പോകട്ടെ. ഇവിടെ ഞെക്കി ഞെരുക്കി കൊടുത്താൽ ഞെക്കി ഞെരുക്കി ദൈവം നിന്നെ നടത്തും. സന്തോഷത്തോടെ കൊടുത്താൽ ദൈവം സന്തോഷത്തോടെ നിന്നെ അനുഗ്രഹിക്കും. അതൊക്കെ പ്രമാണമാണ്. അത് ഏത് അർത്ഥതലത്തിലായിരുന്നാലും സന്തോഷത്തോടെയാണോ ദൈവം നിന്നെ കൊടുക്കുന്നത്? എപ്പോഴെങ്കിലും ഒരു നേരം പോണല്ലോ, അല്ലെങ്കിൽ പാസ്റ്റർ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ദൈവത്തെ ആരാധിക്കാൻ വരരുത്. ദൈവത്തെ ആരാധിക്കാൻ വരും പൂർണ്ണ മനസ്സോടെ വന്നോണം. പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ ദൈവത്തിന്റെ പൂർണ്ണ മനസ്സോടെ നിന്നെ അനുഗ്രഹിക്കും. സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു പറയുന്ന കാരണം അതാ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് എന്ത് തന്നെയായാലും, അത് ഭൗതിക നന്മയായാലും ആത്മീയ അനുഭവങ്ങളിലായിരുന്നാലും, ദൈവമക്കളെ നമ്മൾ അല്ലെങ്കിൽ അളവ് കൂടാതെ ദൈവത്തിന് കൊടുക്കണം. സ്തോത്രം. നമ്മൾ വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ വിധിക്കരുത്. ധാരാളമായി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധാരാളമായി കൊടുക്ക. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഇതെല്ലാത്തിനും വചനത്തിൽ വ്യവസ്ഥയുണ്ട്. അത് ആത്മീയ ജീവിതത്തിന്റെ കാര്യങ്ങളായാലും ഭൗതിക മണ്ഡലങ്ങളിലായിരുന്നാലും എല്ലാത്തിനും ദൈവത്തിന്റെ വചനം വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് പോയാൽ ഒന്നിനെ കുറിച്ചും ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെ കുറിച്ച് സങ്കോചം ഉണ്ടാകേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥകൾ അനുസരിക്കാൻ തയ്യാറാകുന്നുവോ, യാതൊന്നിനെ കുറിച്ച് നീ ഹല്ലേലൂയ ഭാരപ്പെടേണ്ടതായി വരില്ല. ഇവരുടെ ഭാരവും പ്രയാസവും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം. സ്തോത്രം. പക്ഷെ അത് വന്നാലും അതിനെ പരിഹരിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എല്ലാം തികഞ്ഞവനാണ് നമ്മൾ ആരും കരുത്, ഞാൻ നിങ്ങളും കരുതരുത്. നമ്മളാരും തികഞ്ഞവരല്ല, പൂർണ്ണരല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ എവിടെങ്കിലുമൊക്കെ കാണും. നമുക്ക് കണ്ടുപിടിക്കാൻ കാണണമെങ്കിൽ മറ്റുള്ളവരത് കണ്ടുപിടിക്കും, മറ്റുള്ളവരുടെ കണ്ണിൽ അത് പെടും. ആരും കണ്ടുപിടിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിൽ പെടും. ഈ ലോകത്തിൽ ആരെയും കണ്ണിൽ പെട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ പെടും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്?
നമ്മളാരും വിധിക്കാൻ പോകരുത്. സ്തോത്രം. വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. സ്തോത്രം. ഒന്ന് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന് 16-ാം വാക്യം ഒന്ന് വായിച്ചേ. കിട്ടുമോന്ന് നോക്കാം. സംഖ്യാപുസ്തകം 11-ന്റെ 32-ാം വാക്യം വായിച്ചു. ഓരോരുത്തരും ഭക്ഷിക്കാവുന്നോളം പറക്കിക്കൊള്ളുവിൻ. താൻ താൻ്റെ കുടുംബത്തിലുള്ളവരുടെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്ത് കൊള്ളണം. ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാം എങ്ങനെ എടുത്തേ? ഏതുകൊണ്ടാണ് അളന്നെടുത്തേ? ഇടങ്ങഴി കൊണ്ട് അല്ലേ? വായിച്ച ഭാഗം മറന്നോ? അബ്രഹാം തൻ്റെ അടുക്കൽ ദൂതന്മാർ വന്നപ്പോ ദൂതന്മാർക്ക് കൊടുത്തത് എങ്ങനെയാ? 3 ഇടങ്ങഴി മാവ് എടുത്തു. സാറ എടുത്ത് 3 ഇടങ്ങഴി എടുത്തു. അബ്രഹാം പറഞ്ഞു എടുത്ത് അപ്പം ഉണ്ടാക്കാം, അട ഉണ്ടാക്കാൻ പറഞ്ഞു. പിൽക്കാലത്ത് തൻ്റെ മക്കൾ, തൻ്റെ സന്തതി പരമ്പര തലമുറകൾ കഴിഞ്ഞപ്പോൾ, മുമ്പോട്ട് വന്നപ്പോൾ, മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വന്നപ്പോൾ അവർ പെരുവെറുക്കാൻ തുടങ്ങി. ആഹാരത്തിന് വേണ്ടി പെരുവെറുത്തു. വിശദീകരിക്കുന്നില്ല, സമയം അധികം പോകുന്നതുകൊണ്ട്. ദൈവം പറഞ്ഞു, രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കൂടാരത്തിന് മുമ്പിൽ നിനക്ക് വേണ്ടുന്നത് ഞാൻ അവിടെ വർഷിപ്പിച്ചിരിക്കും. ഒരു കാര്യം, കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തം കഴിക്കാവുന്നിടത്തോളം ഓരോ ഇടങ്ങഴി എടുത്തു. പക്ഷെ ചില ബിരുദന്മാർ എന്ത് ചെയ്തു? കുറച്ചുകൂടെ കൂടുതലെടുത്തു. പ്രയോജനം ഉണ്ടായോ? അവിടെ ഇരുന്ന് നാറി. അവിടെ ഇരുന്ന് എന്ത് ചെയ്തു? നാറിയെന്ന് ആയിട്ട് വായിച്ചു വരുമ്പോൾ അത് കാണാൻ കഴിയും. അപ്പൊ ദൈവം പറയുന്നതിന് അപ്പുറത്തോട്ട് പോയി ശേഖരിക്കാൻ തുടങ്ങിയപ്പം എന്ത് ചെയ്തു? യോഗ്യമല്ലാത്തതൊന്നും ശേഖരിക്കരുത്. ദൈവം പറയാത്തതൊന്നും ശേഖരിക്കരുത്. ദൈവം പറയുന്നതിനപ്പുറത്തൊന്നും പ്രവർത്തിക്കരുത്. അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. അത് നന്മയേക്കാൾ ഉപരി തിന്മയായി ഭവിക്കും. സ്തോത്രം. ഇതൊക്കെ നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ദൃഷ്ടാന്തമായി ഭവിച്ചു. ഓരോരുത്തരും കഴിക്കാനോടത്ത് ഓരോ ഇടങ്ങളിൽ പറക്കോ, അതിൽ കൂടുതൽ പറക്കണ്ട. ദൂതന്മാർക്ക് ഓരോ ഇടങ്ങളിൽ വല്യപ്പം കൊടുത്തു. കൊച്ചുമക്കളുടെ കാലം വന്നപ്പോൾ ദൈവം അളന്ന് പറഞ്ഞു, ഓരോ ഇടങ്ങളിൽ അളന്ന് പറക്കിയോളാൻ പറഞ്ഞു. ഉള്ളൊന്നും പറക്കണ്ട. അപ്പം അപ്പന്മാരും അമ്മമാരും ഓർത്തോണം, ദൈവത്തിന് കൊടുക്കുന്നതിനനുസരിച്ച് ദൈവത്തിന് അത് കിട്ടും. അത് മക്കളുടെ കാലം വരുമ്പോഴും അത് കിട്ടും. ദൈവം മറക്കത്തില്ല. ഇതൊന്നും മറന്നു പോകും. നമ്മുടെ എല്ലാ അക്കൗണ്ട് അവിടെ ഉണ്ട്. നമ്മുടെ എല്ലാ അക്കൗണ്ട് അവിടെ ഉണ്ട്. അതിനൊന്നും മാറ്റമൊന്നും ഇല്ലെന്നേ. ഇവിടുത്തെ അക്കൗണ്ടിൽ പലതും കാണും. പക്ഷേ അവിടുത്തെ അക്കൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിൽ എല്ലാം വൃഥാവിലായിത്തീരും. ദൈവത്തിന് കൊടുക്കുന്ന അളന്നാണോ ദൈവം നിനക്ക് അളന്ന് തരും. ദൈവത്തെ ആരാധിക്കുന്നതിൽ നിനക്ക് പിശുക്കുണ്ടോ? ദൈവം അതനുസരിച്ച് നമ്മോട് പെരുമാറത്തുള്ളൂ. സ്തോത്രം. ഓരോ ഇടങ്ങളിൽ കൊടുത്തു. ഇനി അടുത്തത് വരുമ്പോഴേ മറ്റൊന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൽ വായിച്ച് 32-ാം വാക്യം വായിച്ച്. വേഗം സമയമില്ല, വേഗം പാറ്റ് പോവാം. ആ ആ ആ ആ ആ മതി മതി. സ്തോത്രം. ഇറച്ചി കൊടുത്തപ്പോൾ എങ്ങനെ കൊടുത്തേ? അളന്നോ? പിടിക്കാനിടത്തോളം പിടിച്ചോളാൻ പറഞ്ഞു. ബാക്കിയുള്ളത് എന്ത് ചെയ്തു? ചിക്കി ഉണക്കി വെച്ചു. അപ്പോൾ എന്താ കാണിക്കുന്നത്? വല്യപ്പൻ കാളക്കുട്ടി അളന്നാണോ കൊടുത്തേ? ഒരെണ്ണത്തെ പിടിച്ചുകൊണ്ട് നറുത്ത് ആവശ്യം പോലെ തിന്നോളാൻ പറഞ്ഞു. ദൈവം ഇറച്ചി കൊടുത്തപ്പോഴോ
തിന്നോളാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആവശ്യമുള്ള തിന്നു. പക്ഷേ മന്ന കൊടുത്ത് ഒറ്റ ഇടങ്ങഴി കൊടുത്തോളൂ. കാടയെ കൊടുത്തപ്പം ഓരോരുത്തരും പറയ്ക്കുക 10 പറ വീതം പറയ്ക്കുന്ന. അവരെന്ത് ചെയ്തു? ഒരു അവിടെ നമ്മെ വായിക്കുന്ന എങ്ങനെയാ? അതിൻ്റെ 31 വാക്യം വായിച്ച്, അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി. ആ ആ ആ ശ്രദ്ധിക്കണേ. കൂടാരത്തിന് ഒരു വഴി അങ്ങോട്ട്, ഇങ്ങോട്ടും, ഒരു ദിവസം ഇങ്ങോട്ടും, ഇങ്ങനെ അത്രയും പറക്കത്തക്കവണ്ണം ദൈവം അങ്ങോട്ടും കൊടുത്തു. സ്തോത്രം. ഇവരെല്ലാം അന്നും പിറ്റേനാൾ മുഴുവനും പിടിച്ചുകൂട്ടി. ഏറ്റവും കുറച്ച് പറിക്കും 10 പറ പറിക്കുന്നു. പിന്നെ ഇത് നൽകിയിട്ടും എന്തേതറിയാമോ? പല്ലിൻ്റെ ഇടയിൽ ഇരുന്നിട്ടും പിന്നെയും വെറുക്കുന്ന മനോഭാവം. ദൈവം എത്ര നന്മ നൽകിയാലും എത്ര അനുഗ്രഹങ്ങൾ നൽകിയാലും അത് അനുഭവിച്ചുകൊണ്ട് അത് തന്ന ദൈവത്തോട് പെറുക്കുന്ന മാനുഷികമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. ഇത് തന്ന ദൈവത്തോട് തന്നെ വെറുക്കുക. ഈ പണ്ടൊക്കെ നമുക്കറിയാം, ഈ പഴയ കാലം എനിക്ക് ഓർമ്മയുണ്ട്, ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ആരൊക്കെയും വിരളമായിട്ടാണ് ഈ ഗൾഫിലൊക്കെ പോകുന്നത്. വിരളമായിട്ട് പോകുന്നു. അവരൊക്കെ വരുമ്പോൾ ഭയങ്കര കെട്ടുമായിട്ടൊക്കെ വരുന്നത്. കാരണം എന്താ? നാട്ടിലുള്ളവർക്കും കൊടുക്കണം, വീട്ടിലുള്ളവർക്കും. ഞാൻ കേട്ടിട്ടുണ്ട്. കൊടുത്തപ്പോൾ ഒരാൾ വരുന്നത്, ഇത് ആർക്ക് വേണം? നമ്മുടെ ഇവിടെ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞത്, ദൈവം തരുന്നത് അതെന്ത് തന്നെ ആയാലും സന്തോഷത്തോടെ സ്വീകരിക്കണം. കിട്ടുന്നതിനെ ഓർത്ത് പരിതപിക്കാതെ, കിട്ടാത്തതിനെ ഓർത്ത് പരിതപിക്കാതെ, കിട്ടിയതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം. കിട്ടാത്തതിനെ ഓർത്ത് പരിതപിക്കാതെ കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ ഓർത്തോണം, ദൈവം നമുക്ക് തന്നിട്ടുള്ളതിന് എവിടെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കൊടുത്തതിന് കുറവ് വന്നു. ഞാൻ ദൈവത്തിന് കൊടുത്തതിന് കുറവ് വന്നത് കൊണ്ടാണ് ദൈവം എനിക്ക് കുറവ് ചെയ്തേ. അത്രയും കരുതിയാൽ മതി. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ അളവ് കൂടാതെ കൊടുത്തോണം. ഇടത് കൈ ചെയ്യുന്നത് എന്തെന്ന്? സ്തോത്രം. ഇതിന്റെ എന്തുവാന്ന് അറിയത്തില്ല സംഭവം. ഈ ഇടത് കൈ കൊടുക്കുന്ന വലം കൈന്, അത് ഒരമ്മാമ്മ എന്നെ പഠിപ്പിച്ചേ. ഇങ്ങനെ പറഞ്ഞപ്പം നമ്മൾ ഈ ഇടത് കൈ കൊടുക്കുന്ന വലം കൈ എറിയെന്ന് പറഞ്ഞാൽ ഈ ഇടത് കൈയിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ എണ്ണരുതെന്ന്, വലത് കൈ കൊണ്ട് എണ്ണരുതെന്ന്. ഇത് പറഞ്ഞാൽ വല്ലതും നടപ്പി വരുമോ? വല്ലതും നടപ്പി വരുമോ? ഇല്ല. എനിക്കിഷ്ടപ്പെട്ടെങ്കിൽ കൊടുക്കും. ഞാൻ അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞ ഇടം കൈ ചെയ്യുന്നത് എന്തെന്ന്? വലം കൈ അറിയരുത്. നീ ദൈവത്തിന് കൊടുക്കുമ്പോൾ മനസ്സോടെ കൊടുക്കണം. അത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക. സമ്പത്തിൻ്റെ കാര്യം അത് രണ്ടാമതാ. സ്തോത്രം. അത് കൊടുക്കണമെന്നല്ല, കൊടുക്കണം. സ്തോത്രം. അത് കൊടുത്തേ മതിയാകൂ. കാരണം ദൈവത്തിൻ്റെതാ, അത് ദൈവത്തിന് കൊടുക്കണം. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ, ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ, ഇവിടെ ആരാധന നടക്കുമ്പോൾ, ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ കണ്ണും മിഴിച്ച് ഹല്ലേലൂയ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നവരാകരുത്. അങ്ങനെ നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലും ദൈവം തന്റെ കണ്ണു മറയ്ക്കും. ദൈവം തന്റെ കൈ കെട്ടിയിരിക്കും. നിങ്ങൾ എന്നെ വിളിക്കും, ഞാൻ ദൂരത്തുമായിരിക്കും. നിങ്ങൾ എന്റെ മുഖം അന്വേഷിക്കും, ഞാൻ എന്റെ മുഖം നിങ്ങൾക്ക് മറച്ചു കളയും. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുമ്പോൾ അളവ് കൂടാതെ കൊടുത്തോണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ അളവ് കൂടാതെ ആരാധിച്ചോണം. നമ്മുടെ തലകളെ വണക്കാം. ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. എനിക്ക് സമയം അധികം മുമ്പില്ലാത്തതുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കും. ദൈവത്തിന് വേണ്ടി എത്രമാത്രം കൊടുക്കുന്നു അത്രമാത്രം ദൈവം നമുക്കും തരും. സ്തോത്രം. ദൈവം തന്നിട്ട് ദൈവത്തിന് കൊടുക്കാതിരുന്നാൽ ദൈവത്തിന് അറിയാതെ തിരിച്ചെടുക്കാൻ, അത് മറ്റൊരു കാര്യം. സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ, ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിൽ
നമ്മൾ പിശുക്ക് കാണിക്കരുത്. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, അളന്നു കൊടുക്കുന്നവൻ അളന്നു കിട്ടും. വിധിക്കുന്ന വിധിയാൽ നിന്നെയും വിധിക്കും. സ്തോത്രം. ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ്? എപ്രകാരമാണ് നാം ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള ആത്മീയ ബന്ധം നമുക്ക് എപ്രകാരമായിരിക്കും? ഒന്ന് ശോധന ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കട്ടെ. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് പകൽവേള നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാമല്ലോ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും നമ്മുടെ വീണ്ടെടുപ്പിനായി ചൊരിഞ്ഞ നമ്മുടെ കർത്താവിനെ നന്ദിയോടെ ഓർത്തത് ആരാധിക്കുന്നവരായി തീരട്ടെ. അവന്റെ കഷ്ടാനുഭവങ്ങളെ നമുക്ക് ധ്യാനിപ്പാനിടയാകട്ടെ. ഗതസമനം മുതൽ ഗോൽഗോഥ മലമുകൾ വരെയും കാൽവരി മലമുകൾ വരെയും നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ, നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനകൾ നമ്മുടെ നമ്മളൊന്ന് കാണുവാനിടയാകട്ടെ. ആരും നമ്മെ രക്ഷിപ്പാൻ ഇല്ലാതിരുന്നപ്പോൾ, ആർക്ക് നമ്മുടെ ദൈവം തോന്നാതിരുന്നപ്പോൾ, നമ്മെ രക്ഷിപ്പാൻ സ്തോത്രം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി അടിയേറ്റു, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പീഡകൾ സഹിച്ചു, നമുക്ക് വേണ്ടി തുപ്പലേറ്റു, നമുക്ക് വേണ്ടി നിന്ദകൾ സഹിച്ചു, നമുക്ക് വേണ്ടി ആക്ഷേപങ്ങൾ സഹിച്ചു. ആ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം പിൻപറ്റുവാൻ നമുക്കിടയായി തീരട്ടെ. ഇന്ന് പകൽ വെള്ളം ശോധന ചെയ്യട്ടെ. എനിക്ക് വേണ്ടി ദൈവം കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾക്ക് തക്കവണ്ണം എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ, എൻ്റെ ദൈവത്തെ എനിക്ക് പിൻപറ്റാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാവിലെ സമയം ഒന്ന് ശോധന ചെയ്യട്ടെ. സ്തോത്രം. പാട്ടുപാട് സുഖർമാ ദൈവം മുമ്പോട്ട് കടന്നു വരാം. കർത്താവിനെ മേശയിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട മുമ്പോട്ട് കടന്നു വരാം. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. അല്ലെ നമ്മളെ ഒന്ന് ശോധന ചെയ്യട്ടെ. ഈ മേശ നമുക്ക് അനുഗ്രഹത്തിന്റെ മേശയായി തീരട്ടെ. സ്തോത്രം, സ്തോത്രം. നമ്മെ തന്നെ